സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ ഇലവീഴ പൂഞ്ചിറ തുടരുന്നു. ഭാഗം 7. ജിമ്മിച്ചൻ ചിന്താക്കുഴപ്പത്തോടെ ജയനെ നോക്കി. കൊച്ചേട്ടൻ ഇതുവരെ വിവരങ്ങളൊന്നും ഇവരെ അറിയിച്ചില്ലെന്നുണ്ടോ? ശത്രുക്കളോടെന്ന പോലെയാണല്ലോ ഈ മനുഷ്യൻ്റെ സംസാരവും നോട്ടവും. ഷീബ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ജിമ്മിച്ചിനെ കണ്ട് അവളുടെ മിഴികൾ വിടർന്നു. അടുത്ത നിമിഷം പേടി കിട്ടിയെന്ന പോലെ അവളുടെ മുഖം വിളറി. കണ്ണു നിറഞ്ഞു. ആരെ കാണാനാണടി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കയറിപ്പോടിയകത്ത്, ബേബി ആക്രോശിച്ചു. ജിമ്മിച്ചിൻ്റെ നേർക്ക് പ്രതീക്ഷയറ്റ ഒരു നോട്ടം നോക്കി നിഷേധ രൂപത്തിൽ തലയാട്ടിയിട്ട് അവൾ അകത്തേക്ക് പിൻവലിഞ്ഞു. കൊച്ചേട്ടൻ ഇവിടെ ഒരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞടാ. പൗലോസിയേട്ടൻ കുപിതനായി മുറ്റത്തേക്ക് ഇറങ്ങി. മേലിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ മുറ്റത്ത് കാല് കുത്തരുത് കഴിവറുടെ മോനെ. ഈ കരയിൽ നിന്റെ തല കണ്ടുപോകരുത്. നിനക്ക് തരാനിവിടെ പെണ്ണിലടാ പട്ടി. ജിമ്മിച്ചൻ സ്തംഭിച്ചു നിന്നു. ജയനും അന്താളിച്ചു പോയി. ഇത്ര ചൂടാകാനും മാത്രം എന്തു സംഭവിച്ചു? ഞങ്ങൾ അപമര്യാദയായിട്ടൊന്നും? ജയൻ കഴിയുന്നത്ര സൗമ്യനായി. വിളിച്ചോണ്ട് പോടാ ആ പട്ടിയെ. ബേബി പിച്ചാത്തി ചൂണ്ടിക്കൊണ്ട് എഴുന്നേറ്റ് വന്നു. നിന്റെ അമ്മായിയപ്പനോട് ചെന്ന് ചോദിക്ക്, അയാൾക്കറിയാം. ഞാൻ എന്ത് ചെയ്തു നിങ്ങളോട്? ജിമ്മിച്ചൻ സ്വരമുയർത്തി. മിണ്ടരുത് നായിൻ്റെ മോനെ. ഒറ്റ കുത്തിന് നിന്റെ ശവം ഇവിടെ വീഴ്ത്തുകയാണ് വേണ്ടത്. ഞാനത് ചെയ്യാത്തത് ജയിലിൽ പോകാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഇനി ഒരക്ഷരം മിണ്ടരുത്. പൊയ്ക്കോ ജീവനും കൊണ്ട്. ജിമ്മിച്ചൻ എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ ജയൻ തടഞ്ഞു. അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് പോകാം. ജിമ്മിച്ചൻ ഒരു നിമിഷം ചേർത്ത് നിന്നുവെങ്കിലും ജയൻ അവനെ വലിച്ചുകൊണ്ട് നീങ്ങി. കല്യാണാലോചനയ്ക്ക് വന്നിരിക്കുന്നു. പൗലോസ് ചേട്ടൻ മുറ്റത്തേക്ക് ആട്ടിത്തുപ്പി. ജിമ്മിച്ചൻ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ഷീബയുടെ കണ്ണീർ പുരണ്ട മുഖം മറയുന്നത് അവൻ കണ്ടു. ഭരണങ്ങാനത്തേക്ക് മടങ്ങുമ്പോൾ ജിമ്മിച്ചിൻ്റെ മുഖം ഉത്കണ്ഠാകുലമായിരുന്നു. ഇതുപോലൊരു ഇരുട്ടടി അവൻ സങ്കല്പിച്ചിരുന്നു പോലുമില്ല. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കാണ് കൂടുതൽ വില എന്നവൻ കരുതി. കുറച്ച് അഹന്തയുണ്ടായിരുന്നു. ആർക്കു അഭികാമ്യനാണ് താൻ. പണക്കാരനാണ്, സുന്ദരനാണ്, സൽസ്വഭാവിയാണ്. തന്നെ പിന്നിലേക്ക് മാറ്റി നിർത്താൻ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയായിരുന്നു വിചാരം. വിവാഹാഭ്യർത്ഥനയുമായി ഏതൊരു പെൺകുട്ടിയുടെ മുമ്പിൽ ചെന്നാലും താൻ സ്വീകാര്യനായിരിക്കും എന്ന ആത്മവിശ്വാസം. ഇപ്പോൾ മുഖമടച്ച ഒരടി കിട്ടിയതുപോലെ കുടിപ്പകയുള്ള ശത്രുവിനോടെന്ന പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. അവരോട് താൻ എന്ത് തെറ്റ് ചെയ്തു? മാന്യമായിട്ടേ ആരോടും പെരുമാറിയിട്ടുള്ളൂ. എന്തായാലും നീ ബന്ധം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. എന്ത് നല്ല വീട്, എന്ത് നല്ല ചുറ്റുപാടുകൾ, എത്ര നല്ല മനുഷ്യർ. ജയൻ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. നിന്റെ ഭാവി അളിയൻ്റെയും അമ്മായിയപ്പൻ്റെയും സ്വീകരണം അസലായി. എത്ര മധുരമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. വൈഫ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ജിമ്മിച്ചൻ അതൊന്നും കേൾക്കുന്നുണ്ടെന്ന് കൂടി തോന്നിയില്ല. അവൻ്റെ കർണപുടങ്ങളിൽ വലിയൊരു സൗധം തകർന്നു പോയതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ശബ്ദങ്ങളായിരുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവൻ വേദനയോടെ പറഞ്ഞു. ഒന്നെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എന്തായാലും ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. കൊച്ചേട്ടൻ വന്ന് സംസാരിച്ചിട്ട് പോയതല്ലേ? കൊച്ചേട്ടൻ അറിയാമായിരിക്കും. അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? അവർ നിന്നെ ആ ദിക്കിലേക്ക് അടുപ്പിക്കില്ല. എന്നു മാത്രമല്ല, നിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ ചീത്ത വിളിച്ചിട്ട് നീ ഇനി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനും പാടില്ല. നാണവും മാനവും ഉണ്ടെങ്കിൽ കൊച്ചേട്ടനോട് ചോദിക്കട്ടെ എന്താണ് സംഭവമെന്ന്. ഇനി ചോദിക്കാനും പറയാനും നിൽക്കാതിരിക്കുന്നതാ നല്ലത്. ഇതോടെ നീ രക്ഷപ്പെട്ടുവെന്ന് കരുതുക. ആ ഒരു മോഹം പാടെ ഉപേക്ഷിച്ചേക്ക്. വീട്ടിലുള്ളവരുടെ വിഷമവും തീരും. നിന്റെ ടെൻഷനും ഒരറുതി വരും. നീ ആ പെണ്ണിനെ കെട്ടിയാൽ എന്ത് ചെയ്യുമെന്നോർത്തും മനസ്സ് പുണ്ണാക്കുകയല്ലായിരുന്നോ നിന്റെ അപ്പനും അമ്മയും വല്യപ്പച്ചനും എല്ലാം? അവരെങ്കിലും മനസമാധാനത്തോടെ കഴിയട്ടെ. കാർ ഭരണങ്ങാനത്തെത്തി. കൊച്ചേട്ടൻ്റെ മുറ്റത്ത് കാർ നിർത്തി. ജിമ്മിച്ചൻ ഇറങ്ങി. പുറകെ ജയനും. ലിൻസിയും കുഞ്ഞമ്മച്ചിയും ഒന്നിച്ചാണ് വരാന്തയിലേക്ക് വന്നത്. ജിമ്മിച്ചനെ കണ്ട് അവരുടെ മുഖം മങ്ങി. ജയനെ കണ്ട് തെളിയുകയും ചെയ്തു. ചേട്ടാ, ചേച്ചിയെ കൊണ്ടുവന്നില്ലേ? ലിൻസി ഓടി ഇറങ്ങി വന്നു. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് പറ്റിയില്ല, ജയൻ പറഞ്ഞു. എന്നാൽ പിന്നെ മോളെ കൊണ്ടുവരാൻ മേലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന്. വന്ന കാലിൽ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ മോനെ. കുഞ്ഞമ്മച്ചി ജയനെ വിളിച്ചു. ജയൻ വരാന്തയിലേക്ക് കയറി. ജിമ്മിച്ചാ കയറി വാ. ജിമ്മിച്ചനും കയറി ചെന്നു. കൊച്ചേട്ടൻ എവിടെ കുഞ്ഞമ്മച്ചി? ജിമ്മിച്ചൻ ക്ഷീണിച്ച സ്വരത്തിൽ അന്വേഷിച്ചു. ആർക്കറിയാം, കടയിലേക്ക് പോയതാന്ന് തോന്നുന്നു. കുഞ്ഞമ്മച്ചിയുടെ സ്വരത്തിലെ ഉദാസീനത ജിമ്മിച്ചൻ ശ്രദ്ധിച്ചു. ജോർജ് ഊട്ടിയോ? അവനും കാണും കവലയിൽ. ഏതായാലും ഇന്നിന് പോകുന്നില്ലല്ലോ, അകത്ത് കയറി വേഷമൊക്കെ മാറ്റ്. ലിൻസി മോളെ, ഇവർക്ക് കൊടുക്കാൻ ലുങ്കി എടുത്തു കൊടുക്ക്, കുഞ്ഞമ്മ നിർദ്ദേശിച്ചു. ജയനും ജിമ്മിച്ചനും മുറിയിൽ കയറി. ലിൻസി ലുങ്കി കൊണ്ടുവന്ന് കൊടുത്തു. വേഷം മാറിക്കഴിഞ്ഞപ്പോൾ ജയൻ പറഞ്ഞു, വല്ലാത്ത ഉഷ്ണം, നമുക്ക് ആറ്റിൽ പോയി ഒന്ന് മുങ്ങിയാലോ? ഓ, ഒരു മൂടില്ല.
ഇല്ലേ, നിന്റെ ജോർദാൻ നദിയല്ലേ. ശവത്തിൽ കുത്തരുത് ജയ. ജയനും ജിമ്മിച്ചനും വരാന്തയിൽ വന്നിരുന്നു. ലിൻസി ഓരോ ഗ്ലാസ് കാപ്പി കൊണ്ടുവന്ന് രണ്ടുപേർക്കും കൊടുത്തു. കുഞ്ഞമ്മച്ചി അല്പനേരം അടുത്ത് നിന്ന് സാലിയുടെ വിശേഷങ്ങൾ ചോദിച്ചു. കൊച്ചേട്ടൻ വന്നപ്പോൾ സന്ധ്യയായി. ജയനെ കണ്ട അത്ഭുതം വിടർന്ന മുഖം ജിമ്മിച്ചനെ കണ്ട മാത്രയിൽ ഗൗരവപൂർണമായി. നിങ്ങൾ എപ്പോൾ വന്നു? കുറേ നേരമായി. എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല. സാലിയും കൊച്ചും കൊണ്ടുവരാൻ പറ്റിയില്ല. ജിമ്മിച്ചിൻ്റെ കാര്യത്തിന് വന്നതായിരിക്കും. അതെ. അമർത്തി മൂളിയിട്ട് കൊച്ചേട്ടൻ അകത്തേക്ക് പോയി. കൊച്ചേട്ടൻ കുളി കഴിഞ്ഞ ഉടനെ കുരിശു വരയ്ക്കാനിരുന്നു. അതിനിടയ്ക്ക് ജോർജ് കുട്ടിയും എത്തി. അത്താഴ സമയത്തും ആരും തന്നെ കാര്യമായി ഒന്നും സംസാരിച്ചില്ല. വീർപ്പടക്കി പിടിച്ചിരിക്കുന്നത് പോലെ ഒരവസ്ഥ. ഒടുവിൽ ജിമ്മിച്ചൻ ക്ഷമകെട്ട് ചോദിച്ചു, നിങ്ങൾക്കെല്ലാവർക്കും എന്താ എന്നോടൊരു വിരോധം പോലെ? കഴിഞ്ഞ തവണ വന്നപ്പം ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. എന്ത് സ്നേഹമായിരുന്നു. ഇപ്പോൾ മിണ്ടാനും കൂടി മടി. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ ഇപ്പോൾ തന്നെ സ്ഥലം വിട്ടേക്കാം. അതിന് മറുപടി പറയാതെ കൊച്ചേട്ടൻ ജയനോട് ചോദിച്ചു, നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നോ? അല്ല, കുളത്തൂക്കടവിൽ പോയിട്ടാ വന്നത്. അവിടെ പോകേണ്ടായിരുന്നു. അതവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായത്. ഇവിടെ ഒന്ന് കയറിയിരുന്നെങ്കിൽ അവിടെ പോകേണ്ടി വരില്ലായിരുന്നു. അവരെന്നാ പറഞ്ഞു? കണ്ണു പൊട്ടുന്ന തെറി. അപ്പനും മകനും മാറി മാറി. അമ്മച്ചിയുടെ ചാർച്ചക്കാർ കൊള്ളാൻ കേട്ടോ, സംസ്കാര സമ്പന്നന്മാരാ. ജയൻ്റെ ഒളിയമ്പ് കുഞ്ഞമ്മച്ചിയെ ചൊടിപ്പിച്ചു. അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുഞ്ഞമ്മച്ചിയുടെ നിശിതമായ നോട്ടം ജിമ്മിച്ചൻ്റെ മുഖത്ത് വീണു. ശരിയാ, ഞങ്ങളെ അടിക്കാതെ വിട്ടതിന് ഒരു നന്ദി പറഞ്ഞേക്കണം അമ്മച്ചി ഇനി അവിടെ ചെല്ലുമ്പോൾ. കുഞ്ഞമ്മച്ചി എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ കൊച്ചേട്ടൻ കർശനമായ ഒരു നോട്ടം കൊണ്ട് തടഞ്ഞു. എന്താ കൊച്ചേട്ടാ കാര്യം? ഞാൻ അതറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ജിമ്മിച്ചൻ ചോദിച്ചു. ഈ കല്യാണാലോചന നടക്കില്ല ജിമ്മിച്ച. ആ ആഗ്രഹം നീ പാടെ ഉപേക്ഷിച്ചേക്ക്. ജിമ്മിച്ചന് തൻ്റെ സപ്തനാഡികളും തളർന്നതുപോലെയായി. ഞാൻ എന്തു തെറ്റ് ചെയ്തു? അതുകൂടി പറയ്. അവൻ്റെ സ്വരം ഇടറിയിരുന്നു. നീ ഒന്നും ചെയ്തില്ലായിരിക്കും. പിന്നെ വേണ്ട, നീ ഒന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. എനിക്കറിയണം. അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. ഇവിടെ നിന്ന് അറിഞ്ഞില്ലെങ്കിൽ കുളത്തൂക്കടവിൽ പോയി ഞാൻ അറിയും. നീ അവിടെ പോകാതിരിക്കുന്നതാ നല്ലത്. അവർ നിന്നെ കയ്യേറ്റം ചെയ്തെന്നിരിക്കും. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ കൊച്ചേട്ടാ? ഒന്ന് തെളിച്ചു പറ. ഞാൻ അഗ്നികുണ്ഡത്തിലാണ് നിൽക്കുന്നത്. എന്നോട് വൈരാഗ്യം തോന്നാൻ തക്ക വിധം ഞാൻ ആർക്കും ഒരു ദ്രോഹവും ഓർമ്മ വെച്ച് പിന്നെ ചെയ്തിട്ടില്ല. കൊച്ചേട്ടൻ എഴുന്നേറ്റ് കൈ കഴുകി. എന്തിനാ ചാച്ചാ ഈ സസ്പെൻസ്? ജയൻ ചോദിച്ചു. എന്തായാലും അവൻ അറിയാനുള്ള അവകാശമില്ലേ? മനുഷ്യനെ വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ തുറന്നു പറ. അവൻ എന്തു തെറ്റാ ചെയ്തേ? അവനല്ല ചെയ്തത്. പിന്നെ ആര്? അവൻ്റെ വെല്ലിപ്പിച്ചൻ, കുന്നക്കാട്ട് പാപ്പൻ. ആര്? കടുവയോ? ജയൻ അന്താളിച്ചു. അങ്ങേര് കഴിഞ്ഞ് 19 കൊല്ലമായിട്ട് ഈ ദേശത്തോട്ട് വന്നിട്ട് കൂടിയില്ലല്ലോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പുള്ള കഥയാ. 50 ചില്ലുവാനം കൊല്ലത്തിനപ്പുറത്ത് കുളത്തൂക്കടവിലാന്ന് കുന്നക്കാട്ട് പാപ്പൻ താമസിച്ചിരുന്നത്. വെല്ലിപ്പച്ചൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുളത്തൂക്കടവിലായിരുന്നു തറവാടെന്ന് ജിമ്മിച്ചൻ സമ്മതിച്ചു. തറവാടോ? മണ്ണാങ്കട്ടിയായിരുന്നു തറവാട്. കയറിക്കിടക്കാനൊരു കൂര പോലും ഇല്ലാത്ത ദരിദ്രവാസിയായിരുന്നു നിന്റെ വെല്ലിപ്പിച്ചൻ. വീടുകളിൽ വിറക് കീറാൻ പോകും. പനങ്കുരു ഇടിച്ച് ചതച്ച് ആറ്റിലും തോട്ടിലും നഞ്ചു കലക്കി മീൻ പിടിക്കും. ഇടയ്ക്ക് ചെറിയ തോതിൽ കന്നാലി കച്ചവടം. കുളത്തൂക്കടവിലെ പൗലോസ് ചേട്ടൻ്റെ അപ്പൻ വർക്കിച്ചനുമായിട്ടായിരുന്നു കൂട്ട്. നഞ്ചു കലക്കിയുള്ള മീൻപിടുത്തമാണ് രണ്ടുപേരെയും ചങ്ങാതികളാക്കിയത്. ഒടുവിൽ അയാൾ ജീവിതത്തിൽ നഞ്ചു കലക്കി. കേൾക്കാത്ത കഥയാണ്. ജിമ്മിച്ചനും ജയനും ജിജ്ഞാസയോടെ കൊച്ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരുവിധ സാമ്പത്തിക സ്ഥിതി ഉള്ളവനായിരുന്നു വർക്കിച്ചൻ. മീൻപിടുത്തവും നാടൻ തോക്കുമായി കുറ്റിക്കാടുകളിൽ കയറി ഇറങ്ങി കാട്ടുകോഴികളെയും മുയലുകളെയും മുള്ളംപന്നികളെയും വേട്ടയാടലുമായിരുന്നു വർക്കിച്ചൻ്റെ ദൗർബല്യങ്ങൾ. തറവാട്ടിൽ നിന്ന് ഭാഗം വാങ്ങി വീട് വെച്ച് വേറെ താമസിക്കേണ്ടി വന്നപ്പോൾ വർക്കിച്ചന് അല്പം സാമ്പത്തിക ഞെരുക്കമുണ്ടായി. തറവാടും ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. മീനച്ചൽ താലൂക്കിൽ നിന്ന് 100 കണക്കിന് കുടുംബങ്ങൾ മലബാറിലേക്ക് കുടിയേറുന്ന കാലം. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മലബാറിന് പോകാമെന്ന് വർക്കിച്ചനെ ഉപദേശിച്ചതും പ്രേരിപ്പിച്ചതും കുന്നക്കാട്ട് പാപ്പനായിരുന്നു. മലബാറിൽ ചെന്നവരൊക്കെ പൊന്നുവാരുന്ന കഥകളാണ് പാപ്പാന് പറയാനുണ്ടായിരുന്നത്. പാപ്പൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. ചെറുപ്പം. അല്പസ്വല്പം റൗഡിത്തരമുള്ളതുകൊണ്ട് കല്യാണാലോചനകളൊന്നും ഉറച്ചു കിട്ടുന്നുമില്ല. വർക്കിച്ചനാണെങ്കിൽ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. പാപ്പനും വർക്കിച്ചനും കൂടി മലബാറിൽ പോയി ഭൂമി കണ്ടു വാക്കാൽ കച്ചവടം ഉറപ്പിച്ചു മടങ്ങി. നാട്ടിൽ വന്ന് വർക്കിച്ചൻ തൻ്റെ പുത്തൻ വീടും സ്ഥലവും നല്ല വിലയ്ക്ക് തന്നെ കച്ചവടമാക്കി. മലബാറിലെ മണ്ണിൽ ഒന്നിച്ചു നിന്ന് അധ്വാനിക്കാമെന്നായിരുന്നു കരാർ. വർക്കിച്ചൻ പാപ്പന് 1 ഏക്കർ സ്ഥലം ദാനമായി കൊടുക്കും. പാലായിൽ വെച്ചായിരുന്നു തീറാധാരം. അന്ന് വാഹന സൗകര്യങ്ങൾ തീരെയില്ല. കുളത്തൂക്കടവിൽ നിന്ന് പ്ലാച്ചനാൽ വഴി നടന്നാണ് പാലാക്കി പോകുന്നത്. ആധാരം എഴുത്തും പണം കൈമാറ്റലും കഴിഞ്ഞ് പാപ്പച്ചനും വർക്കിച്ചൻ്റെ പണിക്കാരനായ പാപ്പച്ചിയും കൂടി കുളത്തൂക്കടവിനും മടങ്ങി. പക്ഷെ വർക്കിച്ചൻ മാത്രം വീട്ടിലെത്തിയില്ല.
കൊച്ചേട്ടൻ ഒരു തെറുപ്പ് വീടി എടുത്ത് ചുണ്ടത്ത് വെച്ചു. എളിയിൽ നിന്ന് തീപ്പെട്ടി എടുത്ത് അത് കൊളുത്തി. ജിമ്മിച്ചനും ജയനും അയാളുടെ മുഖത്തേക്ക് തന്നെ കണ്ണു നട്ടു. 2-3 തവണ പുകയെടുത്ത ശേഷം കൊച്ചേട്ടൻ പറഞ്ഞു, കോരിച്ചൊരിയുന്ന മഴയത്ത് നനഞ്ഞൊലിച്ച് പാപ്പൻ പാതിരാത്രി നേരത്ത് വർക്കിച്ചൻ്റെ വീട്ടിൽ ചെന്നു. നിങ്ങൾ ഷീബയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വൃദ്ധയെ കണ്ട് കാണും. വർക്കിച്ചൻ്റെ ഭാര്യയാണ്. അവരോട് പാപ്പൻ പറഞ്ഞു, കടത്ത് കിടക്കുമ്പോൾ വള്ളം മുങ്ങി വർക്കിച്ചനെ കാണാതായെന്ന്. പാപ്പച്ചിയും ഉണ്ടായിരുന്നു പാപ്പൻ്റെ കൂടെ. വീട്ടിൽ കരച്ചിലും നിലവിളിയുമായി. അന്ന് ഇന്നത്തെ പോലെ അടുത്തടുത്ത് വീടുകളോ അയൽക്കാരോ ഒന്നുമില്ല. എന്നിട്ടും രാത്രി തന്നെ കുറച്ച് ആളുകൂടി. പന്തും ടോർച്ചൊക്കെയായി അവർ ആറ്റിൽ തിരയാൻ പോയി. പിറ്റേ ദിവസം വൈകുന്നേരം ഈരാറ്റുപേട്ടയ്ക്കടുത്ത് വർക്കിച്ചൻ്റെ ശവം പൊങ്ങി. പുരീടം വിറ്റ് കിട്ടിയ പണം എവിടെ പോയെന്ന് അറിയില്ല. അത് എണ്ണക്കടലാസിൽ പൊതിഞ്ഞ് വർക്കിച്ചൻ മടിയിൽ ഭദ്രമായി വെച്ചിരിക്കുകയായിരുന്നെന്ന് പാപ്പൻ പറഞ്ഞു. പണം ആറ്റിലൂടെ ഒഴുകി പോയിരിക്കുമെന്ന് ആളുകൾ കരുതി. പാപ്പച്ചിയോട് ചോദിച്ചപ്പോൾ അവനും പാപ്പൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ജയൻ ചോദിച്ചു. പാപ്പൻ പറഞ്ഞത് ഇങ്ങനെയാണ്. പാലായിൽ നിന്ന് മടങ്ങുന്ന വഴി 3 പേരും അമ്പാറ ഷാപ്പിൽ കയറി ഒന്ന് മിനുങ്ങി. വർക്കിച്ചൻ്റെ ചെലവായിരുന്നു. കള്ളും കപ്പക്കറിയും ഇഷ്ടം പോലെ. ഷാപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മഴ തുടങ്ങി. അന്ന് ഇന്നത്തെ പോലെ കളത്തൂക്കടവ് ആറ്റിൽ പാലമൊന്നുമില്ല. കടത്ത് കടന്ന് വേണം പോകാൻ. കടത്തുകാരൻ രാത്രി 9 മണിയോടെ വള്ളം കെട്ടിയിട്ട് മടങ്ങും. അക്കരയ്ക്ക് ആരെങ്കിലും വന്നാൽ അവർ തന്നെ വള്ളം അഴിച്ച് തന്നെത്താൻ തുഴഞ്ഞ് കടത്ത് കടക്കുകയാണ് പതിവ്. വള്ളം അടുത്ത കരയിൽ കെട്ടിയിടും. ആ കരയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെത്താൻ ഇക്കരയ്ക്ക് തുഴഞ്ഞു പോരും. വർക്കിച്ചനും മറ്റും ചെന്നപ്പോൾ കടവിൽ വള്ളം കെട്ടിയിട്ടുണ്ട്. കടത്തുകാരനില്ല. കിഴക്ക് നല്ല മഴ പെയ്ത കാരണം വെള്ളം കലങ്ങി മറിഞ്ഞാണ് വരവ്. വെള്ളം കയറ്റമാണ് താനും. 3 പേരും വള്ളത്തിൽ കയറി കെട്ടഴിച്ച് അക്കരയ്ക്ക് തുഴഞ്ഞു. നടുഭാഗത്ത് ചെന്നപ്പോൾ മലവെള്ളത്തിൽ ഒഴുകി വന്ന ഒരു തടി വള്ളത്തിലിടിച്ചു. വള്ളം വട്ടം തിരിഞ്ഞ് ഒരു വശത്തേക്ക് മറിഞ്ഞ് 3 പേരും വെള്ളത്തിൽ വീണു. പാപ്പനും കൂടെ ഉണ്ടായിരുന്ന പാപ്പച്ചിക്കും മറിഞ്ഞ വള്ളത്തിൽ പിടുത്തം കിട്ടി. കുറച്ചു ദൂരം താഴേക്കൊഴുകി. രാത്രി കുറ്റിയിരുട്ട്. ഒന്നും കാണാൻ വയ്യ. വർക്കിച്ചൻ നീന്തി കരപറ്റിയോ ഒഴുകിപ്പോയോ എന്നൊന്നും കാണാൻ വയ്യ. മറ്റവർ 2 പേരും വല്ലവിധേനയും നീന്തി കരപറ്റി. ആറ്റോരം വഴി വർക്കിച്ചനെ ഉറക്കെ വിളിച്ചുകൊണ്ട് കുറേ ദൂരം നടന്നു. പക്ഷെ കണ്ടുകിട്ടിയില്ല. അതിൽ എൻ്റെ വല്യപ്പച്ചൻ എന്തു വിളിച്ചു? ജിമ്മിച്ചൻ അക്ഷമനായി. ഇത് നിന്റെ വല്യപ്പച്ചൻ പറഞ്ഞ കഥയാണ്. അത് സത്യമൊന്നുമല്ലെന്ന് അന്ന് തന്നെ പലരും അടക്കം പറഞ്ഞിരുന്നു. പണം കാണാതായി എന്നതായിരുന്നു അന്നത്തെ പ്രശ്നം. കൂട്ടത്തിൽ മറ്റേയാളും ഉണ്ടായിരുന്നല്ലോ, ജയൻ വാദിച്ചു. എന്തായാലും ചിലർക്കൊക്കെ സംശയമുണ്ടായിരുന്നു പണം തട്ടാൻ വേണ്ടിയിട്ട് വർക്കിച്ചനെ അപായപ്പെടുത്തിയതാണോ എന്ന്. പക്ഷേ തെളിവൊന്നുമില്ല. പാപ്പനാണെങ്കിൽ വർക്കിച്ചൻ്റെ വിശ്വസ്തനും. അന്നത്തെ കാലത്ത് ഇതുപോലെ പോലീസോ കേസോ അന്വേഷണമോ ഉണ്ടോ? 1-2 പോലീസുകാർ അന്വേഷണത്തിന് വന്നെങ്കിലായി. കിട്ടുന്നതും വാങ്ങി കേസ് എഴുതി തള്ളി അവരങ്ങ് പോവുകയും ചെയ്യും. വർക്കിച്ചൻ്റെ കാര്യത്തിലും കാര്യമായ അന്വേഷണം ഒന്നും ഉണ്ടായില്ല. അതിൻ്റെയൊക്കെ പുറകെ പോകാൻ ആരുണ്ട്? വർക്കിച്ചൻ മരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് പാപ്പൻ നാട് വിട്ടുപോയി. എങ്ങോട്ട് പോയെന്നോ എന്തിനു പോയെന്നോ ആർക്കും അറിവുമില്ല. വർക്കിച്ചൻ്റെ മരണത്തോടെ ആ കുടുംബം തകർന്നുപോയി. വീടും പുരയിടവും വിറ്റത് കാരണം വീട് മാറിക്കൊടുക്കേണ്ടി വന്നു. തറവാട്ടുകാർ 1/2 ഏക്കർ ഭൂമിയോ മറ്റോ പിന്നീട് കൊടുത്തു. അതിലൊരു ചെറ്റപ്പുരയും തല്ലി കൂട്ടി ആ തള്ളയും മക്കളും കഴിഞ്ഞുകൂടി. ആ തകർച്ചയെന്ന് ഇതുവരെയും അവർക്ക് കരകയറാൻ പറ്റിയില്ല. കൊച്ചേട്ടൻ കെട്ടുപോയ വീടി വീണ്ടും കൊളുത്തി. വല്യപ്പച്ചൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. ജിമ്മിച്ചൻ കൊച്ചേട്ടനെ നോക്കി. പറയാം. കുറച്ചു കാലം കഴിഞ്ഞ് ഷാപ്പിൽ വെച്ചുണ്ടായ ഒരു കത്തിക്കുത്തിൽ പാപ്പച്ചി മരിച്ചു. കുത്തേറ്റ് അവനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ വെച്ചായിരുന്നു അന്ത്യം. 3 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടന്നു. മരിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, വർക്കിച്ചനെ ചതിക്കാൻ കൂട്ടുനിന്നതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന്. എന്ത് ചതി? ജയൻ മുന്നോട്ടാഞ്ഞിരുന്നു. അന്ന് കടവിൽ വന്നതുവരെ പാപ്പൻ പറഞ്ഞ കഥകളൊക്കെ നേര്. ഷാപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വർക്കിച്ചൻ പണപ്പൊതി പാപ്പനെ ഏൽപ്പിച്ചിരുന്നു. പാപ്പനത് ഭദ്രമായി മടിത്തുമ്പിൽ കെട്ടിവെക്കുകയും ചെയ്തു. വർക്കിച്ചൻ കാല് ശരിക്കും നിലത്തുറയ്ക്കാത്ത വിധം കുടിച്ചിരുന്നു. പണപ്പൊതി താഴെ വീണ് നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് കരുതി കാണും. വള്ളത്തിൽ കയറിയപ്പോൾ തുഴയെടുത്തത് പാപ്പനായിരുന്നു. ആറിൻ്റെ നടുക്ക് വന്നപ്പോൾ അയാൾ വള്ളം വെട്ടിത്തിരിച്ചു. ചവിട്ടിമറിക്കാനായിരുന്നു പരിപാടി. വള്ളത്തിൻ്റെ പള്ളഭാഗത്ത് ചവിട്ടിയൂന്നിയെങ്കിലും വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയതല്ലാതെ മറിഞ്ഞില്ല. നീ എന്താടാ ഈ പാപ്പ കാണിക്കുന്നതെന്ന് വർക്കിച്ചൻ ചോദിച്ചു. ബാലൻസ് തെറ്റിയ പോലെ പാപ്പൻ വെള്ളത്തിലേക്ക് ചാടി. എന്നിട്ട് പിടിച്ചു കയറാനെന്ന മട്ടിൽ പിടിച്ചു വലിച്ചു. വള്ളം മറിഞ്ഞ് വർക്കിച്ചനും പാപ്പച്ചിയും പുഴയിൽ വീണു. നല്ല കുത്തൊഴുക്ക്. ഇരുട്ടത്ത് കുറച്ചു നേരം നീന്തി പതച്ച ശേഷം വർക്കിച്ചനും പാപ്പച്ചിയും കീഴ്മേൽ മറിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന വള്ളത്തിൽ പരതി പിടിച്ചു. പാപ്പൻ പിടിച്ചു കിടുന്നതിനടുത്ത് തന്നെയായിരുന്നു വർക്കിച്ചനും പിടുത്തം കിട്ടിയത്. 3 പേർക്കും നീന്തൽ വശമാണ് താനും. കൂടിപ്പോയതാ കുഴപ്പമായത്. ചവിട്ടല്ലേ പാപ്പ എന്ന് വർക്കിച്ചൻ 2-3 തവണ വിളിച്ചു പറയുന്നത് വള്ളത്തിൻ്റെ അങ്ങേയറ്റത്ത് പിടിച്ചു കിടന്ന പാപ്പച്ചി കേട്ടു.
ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ കാണുകയും ചെയ്തു. വള്ളത്തിൽ പരതിക്കിടക്കുന്ന വർക്കിച്ചനെ പാപ്പൻ ചവിട്ടിത്തള്ളുന്നു. പിന്നെയും വർക്കിച്ചൻ നീന്തി പതിച്ച് വള്ളത്തിൽ പരതി പിടിക്കുന്നു. പാപ്പൻ വീണ്ടും ചവിട്ടിത്തള്ളുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരലർച്ച കേട്ടു. ഇടവിട്ടിടവിട്ട് വെള്ളത്തിൽ പൊങ്ങിയും താണും ഒഴുകിപ്പോകുന്ന നിലവിളി. പിന്നെ ഒച്ചയൊന്നുമില്ല. അടുത്ത മിന്നലിൽ പാപ്പച്ചി നോക്കുമ്പോൾ വർക്കിച്ചനില്ല. വള്ളത്തിൻ്റെ അങ്ങേയറ്റത്ത് പാപ്പനും ഇങ്ങേയറ്റത്ത് പാപ്പച്ചിയും മാത്രം. വള്ളം വലിച്ചു താഴ്ത്താനും മറിച്ചു കുത്താനും പാപ്പൻ ആവത് ശ്രമിച്ചുവെന്നാണ് പാപ്പച്ചി പറഞ്ഞത്. പാപ്പച്ചിയെ കൂടി അപായപ്പെടുത്താനായിരുന്നു ശ്രമം. എന്നാൽ പാപ്പച്ചി വള്ളത്തിൻ്റെ മറ്റേ അറ്റത്തായിരുന്നതിനാൽ അത് നടന്നില്ല. അടുത്തായിരുന്നെങ്കിൽ പാപ്പച്ചിയെയും പാപ്പൻ ചവിട്ടിത്തള്ളുമായിരുന്നു. പാപ്പനും പാപ്പച്ചിയും നീന്തി കരപറ്റി. കരയ്ക്ക് കയറിയ ഉടനെ പാപ്പൻ കടാരയൂരി പാപ്പച്ചിയുടെ തൊണ്ടക്കുഴിയിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. കടത്ത് കടക്കുമ്പോൾ തടി വന്നിടിച്ച് വള്ളം മറിഞ്ഞു. വർക്കിച്ചൻ ഒഴുകിപ്പോയി. പണവും വർക്കിച്ചനോടൊപ്പം പോയി. അത്രയുമേ നിനക്കറിയത്തുള്ളൂ. അതിൽ കൂടുതൽ അറിയാമെന്ന് തെളിഞ്ഞാൽ അന്ന് നീ ശവം. പാപ്പച്ചി പേടിയോടെ തലയാട്ടി. പാപ്പൻ അന്നേ പൊടി റൗഡിയായിരുന്നു. എളിയിൽ എപ്പോഴും കടാര കാണും. പോരെങ്കിൽ അജാനുബാഹുവും. പാപ്പച്ചിക്ക് ജീവൻ കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പണപ്പൊതി അഴിച്ച് പാപ്പൻ വെച്ച് നീട്ടിയ നക്കാപ്പച്ചിയും കൈപ്പറ്റി അയാൾ പാപ്പൻ പറഞ്ഞതൊക്കെ നാട്ടുകാരുടെ മുന്നിൽ ഏറ്റു പറഞ്ഞു. അതിനുശേഷമാ പാപ്പച്ചി മുഴുക്കുടിയനായത്. വർക്കിച്ചനെ ചതിച്ചു കൊന്നതിന് കൂട്ടുനിന്നല്ലോ എന്ന കുറ്റബോധം അവനുണ്ടായിരുന്നു. പാപ്പൻ നാടുവിട്ടെങ്കിലും സത്യം തുറന്നു പറയാൻ അവന് ധൈര്യം വന്നില്ല. അവസാനം മരണക്കിടക്കയിൽ വെച്ച് അത് പറഞ്ഞപ്പോൾ ചുറ്റും നിന്ന ഏതാനും പേരല്ലാതെ അത് വേണ്ട പോലെ രേഖപ്പെടുത്താനും മരണമൊഴിയാക്കാനും ആരും ഉണ്ടായിരുന്നില്ല. പാപ്പച്ചി മരിച്ചതോടെ ആ ഒരു തെളിവും ഇല്ലാതായി. പോലീസിൽ പരാതിയും കേസും ഒക്കെ ആയിട്ട് വർക്കിച്ചൻ്റെ ബന്ധുക്കൾ ചെന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഒന്നാമത് സാക്ഷികളില്ല, തെളിവില്ല. പാപ്പൻ എന്ന വ്യക്തി എവിടെ പോയെന്ന് അറിവില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും നിശ്ചയമില്ല. പോരെങ്കിൽ അന്നത്തെ കേസും പോലീസും. അത് പിന്നെ നാട്ടുകാരും വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു പഴഞ്ചൻ കഥയാക്കി. കാലം പോയപ്പോൾ ആളുകൾ മറന്നുപോയൊരു ചതിക്കഥ. കനൽ പോലെ പൊട്ടിത്തുടങ്ങിയ ബീഡിത്തുണ്ട് കൊച്ചേട്ടൻ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ജിമ്മിച്ചൻ്റെ തല താണുപോയിരുന്നു. ഞാൻ ഈ കഥയൊക്കെ പൗലോസ് ചേട്ടൻ പറഞ്ഞാണ് അറിഞ്ഞത്. നിനക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാൻ കുളത്തൂക്കടയിൽ ചെന്നപ്പോൾ ആദ്യം അവർക്ക് വലിയ സന്തോഷമായിരുന്നു. നിന്റെ വെല്ലിപ്പിച്ചൻ പണ്ട് കുളത്തൂക്കടവിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിപ്പോയവനാണെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് ചേട്ടൻ വീട്ടുപേരും ചുറ്റുപാടുകളും ഒക്കെ അന്വേഷിച്ചു. നിന്റെ വെല്ലിപ്പിച്ചൻ്റെ പേരും മറ്റും പറഞ്ഞപ്പോഴാണ് പൗലോസ് ചേട്ടൻ ഈ കഥ എന്നോട് പറയുന്നത്. ഞങ്ങൾക്ക് അവരുമായിട്ട് അടുത്ത ബന്ധമൊന്നും ഇല്ലായിരുന്നല്ലോ. കേട്ടപ്പോൾ എനിക്കും വലിയ വിഷമം തോന്നി. ബാക്കി വിശേഷമൊന്നും പറയണ്ടല്ലോ. ജിമ്മിച്ചൻ്റെ മുഖത്ത് രക്തമയമില്ല. അവരുടെ മുഖത്ത് നോക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. വല്യപ്പച്ചൻ പിന്നീട് ഒരിക്കലും നാട്ടിലേക്ക് പോകാതിരുന്നതിൻ്റെയും അവിടെ പോകുന്നതിൽ നിന്ന് മക്കളെയും കൊച്ചുമക്കളെയും വിലക്കിയിരുന്നതിൻ്റെയും പൊരുൾ ഇപ്പോൾ അവന് വ്യക്തമായി. നീ വലിയ സ്വത്തുകാരനാണെന്നും കോടിക്കണക്കിന് രൂപയും എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ഉള്ളവനാണെന്നും ഒക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നിന്റെ അപ്പനപ്പൂപ്പന്മാർ ആയ കാലത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ചു കൂട്ടിയതാണെന്നാ. കണ്ണിലുണ്ണി പോലെ വിശ്വസിച്ച ഒരു കൂട്ടുകാരനെ ചതിച്ചു കൊന്ന് നല്ല നിലയിൽ കഴിഞ്ഞ ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് മുഴുവൻ കവർന്നെടുത്തുകൊണ്ട് പോയി അത് വെച്ച് സമ്പാദിച്ചതാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീയുണ്ട ചോറും നീ ഇടുന്ന വേഷവും നീ ഓടിക്കുന്ന കാറുമൊക്കെ പണ്ടൊരു കുടുംബം തകർത്തിട്ട് അവരുടെ കണ്ണേരി വിറ്റുണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കിക്കോ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ജിമ്മിച്ചൻ കൊച്ചേട്ടനെ ദയനീയമായി നോക്കി. കുഞ്ഞമ്മയെ നോക്കി. ലിൻസിയെയും ജോർജ് കുട്ടിയെയും നോക്കി. എല്ലാ കണ്ണുകളിലും അമർഷമുണ്ട്, നിന്ദയുണ്ട്, പുച്ഛമുണ്ട്. നിന്നെ അവർ കൊന്നില്ലല്ലോ ജിമ്മിച്ച, ചീത്ത വിളിച്ചതല്ലേയുള്ളൂ. അതവരുടെ നല്ല മനസ്സ്. മതി, നിർത്ത്, ജയൻ അസഹ്യതയോടെ പറഞ്ഞു. ഇവൻ എന്തു പിഴച്ചു? ഇതൊന്നും അറിയാതെയും കേൾക്കാതെയുമാണല്ലോ ഇവൻ അവൾക്കൊരു ജീവിതം വെച്ച് നീട്ടിയത്. ആ മനസ്സിനൊരു വിലയില്ലേ? ആരും മറുപടി പറഞ്ഞില്ല. ജിമ്മിച്ചൻ എഴുന്നേറ്റു. ഇനി അവിടെ ഇരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. കാലുകൾ വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. അവൻ മുറിയിലേക്ക് ചെന്ന് വേഗം വേഷം മാറി. ജയൻ അങ്ങോട്ട് ചെന്നു. എന്താ ജിമ്മിച്ച, നീ എന്തിനാ ഡ്രസ്സ് മാറുന്നേ? പോകണം. എങ്ങോട്ട്? തിരിച്ചു പോവുകയാ. നീ എന്തു ഭ്രാന്തായി പറയുന്നേ? ഉടൻ പോവുകയാ ഞാൻ. നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. കൊച്ചേട്ടനും കുഞ്ഞമ്മയും മുറിയിലെത്തി. ജിമ്മിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്നേ ഉള്ളൂ. നിനക്ക് വിഷമം തോന്നി കാണും. അതുപോലൊരു വിഷമം എനിക്കും തോന്നി. സാരമില്ല കൊച്ചേട്ടാ, അറിയാൻ കഴിഞ്ഞല്ലോ. കൊച്ചേട്ടനോട് വിരോധമൊന്നുമില്ല. വന്നപ്പോൾ എന്നെ ആട്ടി ഇറക്കിയില്ലല്ലോ. ചോറും കാപ്പിയും തന്നില്ലേ? വലിയ കാര്യമാ. നന്ദിയേ പറയാനുള്ളൂ. ഈ പാതിരാക്കി എങ്ങോട്ട് പോകാനാ? ഇനി നിൽക്കാൻ വയ്യ, പോണം. കൊച്ചേട്ടനും കുഞ്ഞമ്മയുമൊക്കെ എത്ര പറഞ്ഞിട്ടും അവിടെ രാത്രി തങ്ങാൻ അവൻ കൂട്ടാക്കിയില്ല. അവർക്കും വല്ലാത്ത വിഷമമായി. ജയ, ജിമ്മിച്ചനെ ഒറ്റയ്ക്ക് വിടണ്ട, നീയും പൊയ്ക്കോ, ഒടുവിൽ കൊച്ചേട്ടൻ പറഞ്ഞു.
ജയൻ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കി. ജിമ്മിച്ചൻ ചെന്ന് കാറിൽ കയറി കഴിഞ്ഞു. ഗത്യന്തരമില്ലാതെ ജയനും കൂടെ ഇറങ്ങി. കൊച്ചേട്ടനും കുടുംബവും വിഷ്ണുനായി കാറിനടുത്ത് ചെന്ന് നിന്നു. കൊച്ചേട്ടാ, ഷീബയോടൊന്നു പറഞ്ഞേക്കണേ, ഒന്നും അറിയാതെയായിരുന്നെന്ന്, എന്നോട് പൊറുക്കണമെന്ന്. പൊയ്ക്കോട്ടെ. ജിമ്മിച്ചിൻ്റെ തൊണ്ടയിടറി. അവൻ കാറിൻ്റെ ഗ്ലാസ് ഉയർത്തി വെച്ച് സ്വന്തം മുഖം അവരിൽ നിന്നൊളിച്ചു. കാർ ഇരുട്ടിന് നടുവിലെ പാതയിലൂടെ ഓടിത്തുടങ്ങി. ജിമ്മിച്ചൻ പാലായിലേക്കാണ് പോയതെന്നറിഞ്ഞപ്പോൾ മുതൽ കുന്നക്കാട്ട് വീട്ടിൽ തിരക്കിട്ട ആലോചനകളായിരുന്നു. 2 വഴികൾ മാത്രമേ അവരുടെ മുമ്പിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഒന്നുകിൽ ജിമ്മിച്ചന് താല്പര്യമുള്ള പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ നഖശിഖാന്തം എതിർക്കുക, അല്ലെങ്കിൽ ജിമ്മിച്ചൻ്റെ ഇഷ്ടം അംഗീകരിച്ചു കൊടുക്കുക. പെൺകുട്ടി പാവപ്പെട്ടവളാണെന്നല്ലേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ടല്ലോ. അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ. റോസമ്മ മകൻ്റെ പക്ഷം പിടിച്ച് സംസാരിച്ചു. എന്നാൽ ഔസേപ്പച്ചൻ എതിർത്തു. അവൻ്റെ ഇഷ്ടത്തിനാണോ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്? നമ്മുടെ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. അതിനൊപ്പം നിൽക്കുന്ന ബന്ധങ്ങളെ അംഗീകരിക്കാനൊക്കൂ. പാപ്പൻ തല കുലുക്കിക്കൊണ്ടിരുന്നു. അപ്പച്ചനാണ് അവനെ ഇത്രയും വഷളാക്കിയത്. അവൻ ആഗ്രഹിച്ചതെല്ലാം സാധിച്ചു കൊടുത്തു. ഒരു കളിപ്പാട്ടം വേണമെന്ന് പറയുന്നത് പോലെയോ ഒരു കാർ വേണമെന്ന് പറയുന്നത് പോലെയോ ആണ് അവനൊരു പെണ്ണിനെ ചൂണ്ടിക്കാട്ടി അതിനെ വേണമെന്ന് പറയുന്നത്. സുഖിച്ച് ജീവിച്ച അവന് ജീവിതത്തെപ്പറ്റി എന്തറിയാം? ഔസേപ്പച്ചൻ പാപ്പനെ നോക്കി. നീ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മളെയെല്ലാം തോൽപ്പിച്ച് കളയുന്ന ഒരു നിലപാട് അവൻ എടുത്താൽ നമ്മൾ എന്തു ചെയ്യും? പാപ്പൻ ചോദിച്ചു. പിന്നെ അവൻ ഈ വീട്ടിൽ താമസിക്കില്ല. എൻ്റെ മകനായിട്ട് താമസിക്കില്ല. ഔസേപ്പച്ചൻ തീർത്തു പറഞ്ഞു. അവൻ എങ്ങനെ ജീവിക്കുമെന്ന് ഒന്ന് കാണണം. പാമ്പൻ ചിന്താഗസ്ഥനായിരുന്നു. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഈ കുടുംബത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. താനാണ് എല്ലാറ്റിനും ഉത്തരവാദി എന്നയാൾ വിചാരിച്ചു. നാട്ടിലേക്ക് പോകാൻ അവനെ അനുവദിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. കുറേ കഴിഞ്ഞ് പാപ്പൻ ജയൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ജയൻ മടങ്ങി വന്നുവോ എന്ന് അന്വേഷിച്ചു. വന്നിട്ടില്ല എന്നായിരുന്നു സാലിയുടെ മറുപടി. ജയനുമൊത്ത് ജിമ്മിച്ചൻ പാലാക്കി പോയിരിക്കുകയാണെന്ന് ഇന്നലെ രാത്രി തന്നെ പാപ്പൻ അറിഞ്ഞിരുന്നു. പാപ്പൻ കുഞ്ഞുമോനെ ഫോണിൽ വിളിച്ച് ജിമ്മിച്ചൻ്റെ വിവരം വല്ലതും അറിയുമോ എന്ന് അന്വേഷിച്ചു. ഇല്ലെന്ന് ഉത്തരം കിട്ടി. പകൽ മുഴുവൻ പാപ്പൻ വേവലാതിയോടെ കഴിഞ്ഞു. 4 മണി കഴിഞ്ഞപ്പോൾ ജിമ്മിച്ചൻ്റെ കാർ കുന്നക്കാട്ട് ബംഗ്ലാവിൻ്റെ പോർച്ചിലെത്തി. ജിമ്മിച്ചൻ ഹാളിലേക്ക് കയറി വരുമ്പോൾ റോസമ്മയും ഔസേപ്പച്ചനും പാപ്പനും അവിടെ ഉണ്ടായിരുന്നു. ജിമ്മിച്ചൻ അവരെ ശ്രദ്ധിക്കാതെ കോണിപ്പടി കയറി പോകാൻ ഭാവിക്കുമ്പോൾ ഔസേപ്പച്ചൻ തടഞ്ഞു. അവിടെ നിൽക്കടാ. ജിമ്മിച്ചൻ നിന്നു. നീ എവിടെ പോയിരുന്നു? പാലാ വരെ പോയി. ജിമ്മിച്ചൻ ശാന്തനായി പറഞ്ഞു. ഞങ്ങളൊക്കെ നിൻ്റെ ആരാ? നിങ്ങൾക്കറിയാവുന്നതിൽ കൂടുതൽ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. നിനക്കൊരു തന്തയും തള്ളയും ഇല്ലേടാ. ഇതൊരു വീടല്ലേടാ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് തന്നെ കയറി വന്നത്. പോകുന്നതിന് മുമ്പ് ഞങ്ങളോടൊന്ന് പറയാനുള്ള മര്യാദ അങ്ങനെ തോന്നിയില്ല. ഔസേപ്പച്ചൻ കടിച്ചു പിടിച്ച് മകനെ തറച്ചു നോക്കി. ജിമ്മിച്ച, നീ എന്തിനാ പോയത് പാലായ്ക്ക്? പാപ്പൻ ചോദിച്ചു. ഉത്തരം അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യമല്ലേ, എന്നാലും പറയാം. ഷീബയെ കാണാനാണ് ഞാൻ പോയത്. കുളത്തൂക്കടവിലുള്ള അവളുടെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിക്കാൻ. ആ ബന്ധം മറന്നേക്കാൻ ഞാനല്ലേ നിന്നോട് പറഞ്ഞത്? വല്യപ്പച്ചന് ബന്ധങ്ങൾ മറക്കാൻ എളുപ്പം കഴിയും. എനിക്കത് പറ്റില്ല. മനുഷ്യനായി പോയില്ലേ ഞാൻ? ഒരു ഹൃദയം ഉണ്ടായി പോയില്ലേ? ഞങ്ങൾക്കാർക്ക് ഹൃദയമില്ലെന്നാണോടാ നീ പറഞ്ഞു വരുന്നത്? ഞങ്ങളാരും മനുഷ്യരല്ലേ? അത് തന്നെത്താൻ ചോദിക്കണം, എന്നോടല്ല. ഒരു മയവുമില്ലാത്ത ധിക്കാരം നിറഞ്ഞ അവൻ്റെ മറുപടിയും ആരെയും കൂസാത്ത നിൽപ്പും ഔസേപ്പച്ചനെ ചൊടിപ്പിച്ചു. മതി, നിർത്ത്. നീ ആഗ്രഹിക്കുന്ന പോലൊരു കല്യാണം ഈ കുടുംബത്ത് നടക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ല. നിൻ്റെ അപ്പനാ പറയുന്നത്. അന്ത്യശാസനമായിരിക്കും. ജിമ്മിച്ച, പാപ്പൻ വിളിച്ചു. നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഞാനാ നിന്നെ വളർത്തിയത്, ഒരല്ലലും അറിയിക്കാതെ. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്വത്തുക്കളൊക്കെ സമ്പാദിച്ചതും കാത്തു പരിപാലിച്ചതും. നിനക്കൊരു ഉയർച്ച വരണമെന്നല്ലാതെ നിന്നെ ദ്രോഹിക്കണമെന്നോ സങ്കടപ്പെടുത്തണമെന്നോ ഞാൻ ചിന്തിച്ചിട്ടില്ല. നിൻ്റെ ഈ പിടിവാശി ഉപേക്ഷിക്കണമെന്ന് പറയുന്നതും മറ്റൊന്നും കൊണ്ടല്ല, നിൻ്റെ ഗുണത്തിന് വേണ്ടിയാ. ജിമ്മിച്ചൻ പാപ്പൻ്റെ നേർക്കൊന്ന് പാളി നോക്കി. ആ നോട്ടത്തിൽ നിന്നയും അവജ്ഞയും കലർന്നിരുന്നു. അതുകൊണ്ടാ പറയുന്നത്. പാപ്പൻ തുടർന്നു. നിൻ്റെ മനസ്സിൽ തെറ്റായ തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ഇല്ലെങ്കിൽ? അവൻ വെല്ലുവിളിക്കും പോലെ അയാളെ നോക്കി. പാപ്പൻ്റെ മുഖം ഇരുണ്ടു. നീ എന്നാണടാ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാറായത്? ആരാ നിനക്കതിന് ധൈര്യം തന്നത്? ഏതോ ചെറ്റക്കുടിലിൽ കിടക്കുന്ന ഒരു പീറപ്പെണ്ണോ? ഇപ്പം നിനക്ക് നിൻ്റെ വീട്ടുകാരെ വേണ്ടാതായി അല്ലേ? മോനെ, കുന്നക്കാട്ട് പാപ്പൻ ഇന്ന് വരെ ആരുടെ മുമ്പിൽ തല കുനിച്ചിട്ടില്ല. ഇനിയൊട്ട് കുനിക്കുകയുമില്ല. ആ പെണ്ണിനെ രജിസ്റ്റർ വിവാഹം കഴിക്കാനോ മറ്റോ ആണ് നിൻ്റെ തീരുമാനമെങ്കിൽ
പാപ്പൻ അർത്ഥോക്തിയിൽ നിർത്തി. തീരുമാനമെങ്കിൽ? ജിമ്മിച്ചൻ ദഹിപ്പിക്കും വിധം അയാളെ നോക്കി. ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമുണ്ടായിരിക്കില്ല. എൻ്റെ സ്വത്തിൽ ചില്ലിക്കാശിൻ്റെ അവകാശം നിനക്ക് ഞാൻ തരില്ലടാ. പുകഞ്ഞ കൊള്ളിയൊക്കെ പെറുക്കി പുറത്ത് എറിഞ്ഞിട്ടേയുള്ളൂ കുന്നക്കാട്ട് പാപ്പൻ. എനിക്ക് വേറെയുമുണ്ട് കൊച്ചുമക്കൾ. എൻ്റെ ഇഷ്ടം നോക്കി നിൽക്കാൻ തയ്യാറുള്ളവർ. അവർക്ക് കൊടുക്കും ഞാൻ സകലതും. ജിമ്മിച്ചൻ അവജ്ഞയോടെ ചിരിച്ചു. കൊടുത്തോ, ആർക്ക് വേണം കുന്നക്കാട്ട് പാപ്പൻ്റെ ഈ സ്വത്ത്? ചോരക്കറ പുരണ്ട ഈ പണവും പ്രതാപവും എങ്ങനെ ഉണ്ടായി ഇത്? ഇതിൻ്റെ പുറകിൽ ഊണിലും ഉറക്കത്തിലും വിശ്വസിച്ച സ്നേഹിതൻ്റെ അന്ത്യശ്വാസമില്ലേ? ഒരു കുടുംബത്തിൻ്റെ കണ്ണീരും ശാപവുമില്ലേ? കരൾ പറിച്ചെടുത്ത് കയ്യിലേൽപ്പിച്ച ആത്മസുഹൃത്തിനെ ചതിച്ചു കൊന്നുണ്ടാക്കിയ സ്വത്തല്ലേ വല്യപ്പച്ച ഇതെല്ലാം? വൃദ്ധൻ നടുങ്ങിപ്പോയിരുന്നു. അയാൾ ജിമ്മിച്ചൻ്റെ മുഖത്തേക്ക് തന്നെ തറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഔസേപ്പച്ചനും റോസമ്മയും ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ടു നിന്നു. ചതിയും വഞ്ചനയും എല്ലാ കാലത്തും എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കാൻ ഒക്കില്ല വല്യപ്പച്ച. സത്യം എന്നെങ്കിലും പുറത്തു വരും. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇല്ലേ? ഒന്ന് ഓർത്തു നോക്ക്. ജീവൻ പോയാലും മറക്കാത്ത ക്രൂരതയല്ലേ ചെയ്തത്? കുളത്തൂക്കടവിലെ വർക്കിച്ചനെ വല്യപ്പച്ചന് ഓർമ്മയുണ്ടോ? അയാളുടെ സ്ഥലം വിറ്റ പണവുമായി വള്ളത്തിൽ പുഴ മുറിച്ച് കടന്ന രാത്രി ഓർമ്മയുണ്ടോ? ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ. കുന്നക്കാട്ട് പാപ്പൻ ആ തണുപ്പിലും വിയർത്തു. ഞാൻ ഇന്നലെ വരെ കരുതിയത് എൻ്റെ വല്യപ്പച്ചൻ ഈ കാട്ടിൽ വന്ന് കാലാവസ്ഥയോടും കാട്ടുമൃഗങ്ങളോടും രോഗങ്ങളോടും മല്ലിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണ് ഇതെല്ലാം എന്നാണ്. ഞാൻ ഇന്നലെ വരെ അനുഭവിച്ച സുഖസൗകര്യങ്ങളുടെയും ഞാൻ കഴിച്ച വിഭവസമൃദ്ധമായ ആഹാരത്തിൻ്റെയും എല്ലാം പിന്നിൽ ഒരു പാവം മനുഷ്യൻ്റെ ജീവനൊടുങ്ങുന്ന നിലവിളിയുണ്ടെന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞു. വല്യപ്പച്ചൻ പറഞ്ഞല്ലോ ഈ സ്വത്തിൽ ഒരു ചില്ലി പോലും തരില്ലെന്ന്. വേണ്ട, ഞാനിത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് തന്നെയാ മടങ്ങിയത്. ഇനി ഞാൻ ഈ വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ചോര ചുവയ്ക്കും. ഈ വീട്ടിൽ അന്തി ഉറങ്ങിയാൽ ഗതികിട്ടാത്ത ഒരാത്മാവിൻ്റെ ശാപവചനങ്ങൾ എന്നെ ഞെട്ടിപ്പിക്കും. കുറച്ച് ഫോട്ടോഗ്രാഫുകളുണ്ട് എൻ്റെ മുറിയിൽ. അതെടുക്കാൻ വന്നതാ ഞാൻ. അതിനപ്പുറത്ത് ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. കുന്നക്കാട്ട് പാപ്പൻ തരിച്ചു നിൽക്കെ ജിമ്മിച്ചൻ കോണിപ്പടികൾ ഓടിക്കയറി മുകളിലേക്ക് പോയി. രാത്രി. എല്ലാവരും ഉറക്കം പിടിച്ചു കഴിഞ്ഞു. ഷീബ പതുക്കെ എഴുന്നേറ്റു. കാതോർത്ത് ഇരുട്ടത്ത് അങ്ങനെ കുറേ നേരം ഇരുന്നു. ചീവീടുകളുടെ ഒച്ച മാത്രമേ കേൾക്കാനുള്ളൂ. അവൾ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് വിളക്ക് കൊളുത്തി. തലയിണ കവറിനുള്ളിൽ കടലാസിൽ പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഫോട്ടോഗ്രാഫുകൾ പുറത്തെടുത്തു. വിളക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് നോക്കി. ഇലവിഴാപ്പൂഞ്ചിറയിൽ പോയപ്പോൾ ജിമ്മിച്ചൻ എടുത്ത ഫോട്ടോകൾ. താനും ജിമ്മിച്ചനും ഒന്നിച്ചുള്ള ഫോട്ടോകൾ. ഭാര്യാഭർത്താക്കന്മാരെ പോലെ തങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഫോട്ടോയിലേക്ക് അവൾ ഏറെ നേരം നോക്കിക്കൊണ്ടിരുന്നു. അവനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിയുകയും മായുകയും ചെയ്തു. സ്വപ്നം പോലെ, നിലാവ് പോലെ തോന്നിയിരുന്ന ദിവസങ്ങൾ. ജിമ്മിച്ചനെ പോലെ ഒരു പുരുഷൻ, അവൻ്റെ സ്നേഹം എല്ലാം അപ്രാപ്യമാണെന്ന് അറിയാമായിരുന്നു. ഇഷ്ടമായിരുന്നെങ്കിലും മോഹിച്ചില്ല. അത് മനഃപൂർവ്വമായിരുന്നു. പക്ഷേ മടങ്ങിപ്പോകും മുമ്പ് യാത്ര പറയാൻ വന്നപ്പോൾ, ഫോട്ടോ തന്നപ്പോൾ, വീണ്ടും കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്വപ്നത്തിൽ നിന്ന് ഇത്തിരി കടമെടുത്ത് മനസ്സിൽ സൂക്ഷിച്ചുപോയി. ഒരിക്കലും വരാനിടയില്ലാത്ത ഒരാളെ കാത്തിരിക്കുന്നത് പോലെയായിരുന്നു ആ ദിവസങ്ങൾ. എന്നാൽ വീണ്ടും ജിമ്മിച്ചൻ വന്നപ്പോൾ സ്വപ്നം സത്യമായേക്കുമെന്ന ഒരു വിശ്വാസം മനസ്സിൽ രൂഢമൂലമായി. പർണങ്ങാനത്തെ കുഞ്ഞമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കല്യാണാലോചനയുമായി ആൾ വന്നപ്പോൾ എന്തുമാത്രം സന്തോഷിച്ചു. ആനന്ദാധിക്യം കൊണ്ട് മുറിക്കകത്ത് വന്നിരുന്ന് കരയുകയായിരുന്നില്ലേ താൻ? നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ആ ആനന്ദത്തിനുണ്ടായിരുന്നുള്ളൂ. സ്വർഗത്തോളം ഉയർന്നിട്ട് പൊടുന്നനെ ചിറകറ്റു വീണതുപോലെ. അറിഞ്ഞും കേട്ടതുമൊക്കെ സത്യമായിരുന്നുവോ? ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജിമ്മിച്ചൻ്റെ വല്യപ്പച്ചനാണത്രേ തൻ്റെ വല്യപ്പച്ചനെ വർഷങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തിയത്. എന്നിട്ട് തങ്ങൾക്കുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റുകിട്ടിയ പണവുമായി കടന്നു കളഞ്ഞു. ജിമ്മിച്ചൻ്റെ വീട്ടുകാർക്ക് ഇന്നുണ്ടെന്ന് പറയുന്ന സ്വത്തെല്ലാം തൻ്റെ വല്യപ്പച്ചൻ്റെ പണം തട്ടിക്കൊണ്ടു പോയിട്ട് ഉണ്ടാക്കിയതാണത്രേ. ഞെട്ടിപ്പിക്കുന്ന എന്തെല്ലാം കഥകളാണ് കേട്ടത്. ചാച്ചൻ്റെയും ബേബിച്ചായൻ്റെയും ഹൃദയം പകയും വെറുപ്പും വിദ്വേഷവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജിമ്മിച്ചനെ ഇനി ഈ ദിക്കിലേക്കെങ്ങാനും കണ്ടാൽ അടിച്ചു വീഴ്ത്തുമെന്ന് പറഞ്ഞാണ് ബേബിച്ചൻ നടക്കുന്നത്. അവൻ ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കട്ടെ. എന്തായാലും കേട്ട കഥകളൊക്കെ സത്യമാണെങ്കിൽ ജിമ്മിച്ചൻ്റെ വല്യപ്പച്ചൻ ചെയ്തത് വലിയ കടുങ്കൈയായിപ്പോയി. പക്ഷെ ജിമ്മിച്ചൻ ഇതിൽ എന്തു പിഴച്ചുവെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇതൊന്നും അറിയാതെയാണ് അയാൾ തന്നെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും. താൻ ദരിദ്രയാണെന്നറിഞ്ഞിട്ടും പിന്മാറിയില്ല. തന്നിൽ നിന്ന് സ്നേഹമല്ലാതെ ഒന്നും കിട്ടാനില്ലെന്നറിഞ്ഞിട്ട് വിവാഹവാഗ്ദാനവുമായി വന്നു.
ജിമ്മിച്ചന് വേണമെങ്കിൽ തന്നേക്കാൾ സുന്ദരിയായ ധനികയായ വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമായിരുന്നു. അതെല്ലാം വേണ്ടെന്ന് വെച്ച് തന്നെ സ്നേഹിക്കുകയും വിവാഹാലോചനയ്ക്ക് വരികയും ചെയ്തതുകൊണ്ടല്ലേ പഴയ കഥകളെല്ലാം പുറത്തു വന്നത്. ജിമ്മിച്ചൻ്റെ സ്നേഹവും ത്യാഗവും അയാൾക്ക് തന്നെ വിനയായി തീർന്നു. ജിമ്മിച്ചന് മാത്രമല്ലല്ലോ, തനിക്കും. അല്ലെങ്കിൽ തന്നെ അക്കഥയിൽ അവൻ എന്തു പിഴച്ചു? ജിമ്മിച്ചനോ ജിമ്മിച്ചൻ്റെ അപ്പൻ പോലുമോ ജനിക്കുന്നതിന് മുമ്പ് നടന്ന ആ ക്രൂരകൃത്യങ്ങൾക്ക് അവൻ എങ്ങനെ പങ്കാളിയാകും? ജിമ്മിച്ചൻ്റെ വല്യപ്പച്ചൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അവൻ എന്തിനനുഭവിക്കണം? എന്നിരുന്നാലും തൻ്റെ വല്യപ്പച്ചനെ കൊലപ്പെടുത്തിയ ആൾക്കാരുടെ കുടുംബവുമായി ഒരു വിവാഹബന്ധം സ്ഥാപിക്കുന്നതിൽ എന്തോ പന്തികേടുണ്ടെന്നും അവൾക്ക് തോന്നി. മനുഷ്യൻ്റെ മനസാക്ഷിക്കോടതിയിലെ നീതിന്യായ വ്യവസ്ഥകളുടെ കടുംകെട്ടുകൾ അവൾക്ക് അഴിച്ചെടുക്കാൻ കഴിയുന്നതായിരുന്നില്ല. മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിലതൊക്കെ സംഭവിച്ചു. ഇനി ഒരിക്കലും ജിമ്മിച്ചനുമൊത്തൊരു ജീവിതം ഉണ്ടാവുകയുമില്ല. ആദ്യം സ്വപ്നമായിരുന്നെങ്കിലും പിന്നീട് വല്ലാതെ മോഹിച്ചു പോയിരുന്നു, വല്ലാതെ സ്നേഹിച്ചു പോയിരുന്നു. ഷീബയുടെ കണ്ണുകൾ നിറഞ്ഞു. ഏതാനും കണ്ണീർ കണങ്ങൾ അടർന്ന് ഫോട്ടോയിൽ വീണു. അന്ന് ജിമ്മിച്ചൻ്റെ വല്യപ്പച്ചൻ തട്ടിക്കൊണ്ടുപോയ പണം വീണ്ടെടുക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ഇന്നലെ ചാച്ചനും ബേബിച്ചായനും കൂടി ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ പണം ജിമ്മിച്ചൻ്റെ വല്യപ്പച്ചൻ തട്ടിക്കൊണ്ടുപോയതാണോ തങ്ങൾക്ക് ഈ ഗതി വരാൻ കാരണം? വിധിയും ദൗർഭാഗ്യവുമൊക്കെ കാരണം വല്യപ്പച്ചൻ്റെ കുടുംബം വേദനയിലും കഷ്ടതയിലും ആഴ്ന്നു പോയെന്നുള്ളത് സത്യം. ചാച്ചനും വല്യമ്മച്ചിയൊക്കെ പട്ടിണിയും ദുരിതങ്ങളും ഒരുപാട് അനുഭവിക്കേണ്ടിയും വന്നു. പക്ഷേ അതെല്ലാം അരനൂറ്റാണ്ട് മുൻപായിരുന്നു. അക്കാലത്ത് കാൽക്കാശിന് ഗതിയില്ലാതെ വലഞ്ഞ എത്രയോ പേർ ഇന്ന് കോടീശ്വരന്മാരായിട്ടുണ്ട്. അന്ന് പണക്കാരായിരുന്ന എത്രയോ പേർ പിൽക്കാലത്ത് തീർത്തും ദരിദ്രരായി പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 50 കൊല്ലം മുമ്പ് കയ്യിലുണ്ടായിരുന്നത് കൊള്ളയടിച്ചു പോയതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഇന്നും ദരിദ്രരായി കഴിയേണ്ടി വന്നത് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. 50 കൊല്ലത്തെ പരിശ്രമം കൊണ്ട് ഒന്നും സമ്പാദിക്കാൻ കഴിയാത്ത കുടുംബം, കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ദൂർത്തടിച്ചു കളഞ്ഞ കുടുംബത്തിന് തുല്യമാണ്. ആ പണം തട്ടിയെടുക്കപ്പെട്ടില്ലായിരുന്നെങ്കിലും തങ്ങളുടെ ഗതി ഇതൊക്കെ തന്നെ ആകുമായിരുന്നിരിക്കാം. പിന്നെ ഒരു വാദത്തിന് പറയാമെന്നേയുള്ളൂ, ജിമ്മിച്ചൻ്റെ കുടുംബത്തിന് ഇന്നുള്ള സ്വത്ത് മുഴുവൻ തങ്ങളുടേതാണെന്ന്. കാറും ബംഗ്ലാവും എസ്റ്റേറ്റുമൊക്കെയായി ജിമ്മിച്ചൻ്റെ പെങ്ങൾ ഷൈനിയെപ്പോലെ. അങ്ങനെ സംഭവിക്കാത്തത് നന്നായി എന്ന് അവൾ വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഒരിക്കലും തനിക്ക് ജിമ്മിച്ചനെ കണ്ടുമുട്ടാൻ കഴിയുമായിരുന്നില്ല. അവനെ കാണാനും സംസാരിക്കാനും സ്നേഹിക്കാനും അവൻ്റെ സ്നേഹം സ്വീകരിക്കാനും എല്ലാം സാധിച്ചത് ആ വലിയ സ്വത്തുക്കളെക്കാളൊക്കെ എത്രയോ വിലപിടിച്ചതാണെന്ന് അവൾ കരുതി. നോവൽ നാളെ വീണ്ടും തുടരും.